തിരുവനന്തപുരത്ത് 6 മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പിക്കാനാകില്ലെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. നെയ്യാറ്റിൻകര, അരുവിക്കര, കാട്ടാക്കട, നേമം മണ്ഡലങ്ങളിലാണ് കടുത്ത ആശങ്കയുള്ളത്. തിരുവനന്തപുരം, കോവളം സീറ്റുകളിൽ വിജയപ്രതീക്ഷയില്ല. കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, പാറശാല, ആറ്റിങ്ങൽ സീറ്റുകളിൽ വിജയിക്കുമെന്നും CPM വിലയിരുത്തി. തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, ഇത്തവണ സിറ്റിംഗ് മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണോ CPM ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ? ദിവ്യ, കഴിഞ്ഞ തവണ 14-ൽ 13 സീറ്റും നേടിയ ജില്ലയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. അവിടെയാണ് വലിയ തിരിച്ചടിയിലേക്ക് ചില മണ്ഡലങ്ങളിൽ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലിലേക്ക് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് എത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടത് ഒന്ന്, നിലവിൽ കോവളം മണ്ഡലം UDF ജയിച്ച മണ്ഡലമാണ്. അതിന് പുറമെ തിരുവനന്തപുരം സെൻട്രലാണ് ഉറപ്പായും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് CPM കണക്കുകൂട്ടുന്നു. ഒപ്പം തന്നെ നേമം, അരുവിക്കര, കാട്ടാക്കട മണ്ഡലങ്ങൾ ഉൾപ്പെടെ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. ആശങ്കപ്പെട്ട നിലയിലുള്ള സാഹചര്യമാണ് അവിടെ ഉള്ളത് എന്നുള്ളതാണ് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് നിലവിൽ വിലയിരുത്തിയിട്ടുള്ളത്. നേമത്ത് BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലമാണ്. അവിടെ ത്രികോണ മത്സരം തന്നെ നടന്നിട്ടുണ്ട് എന്ന് CPM കൂടി വിലയിരുത്തുകയാണ്. ഒപ്പം തന്നെ കാട്ടാക്കട മണ്ഡലം, അത് IB സതീഷാണ് നിലവിൽ MLA. MR ബൈജു അവിടെ സ്ഥാനാർത്ഥിയായി എത്തിയതോടെ വലിയ മത്സരമാണ് നിലവിൽ അവിടെ നടക്കുന്നത്. ആ ഒരു നാട്ടുകാരൻ എന്നുള്ള വോട്ടുകൾ, ഒപ്പം തന്നെ സജീവമായ ആളുകൾക്കിടയിൽ ഇടപെടുന്ന ആൾ എന്നുള്ള തരത്തിലുള്ള ഒരു ഇമേജ്, അതുൾപ്പെടെ MR ബൈജുവിനെ ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തൽ നടക്കുന്നു കാട്ടാക്കടയെ സംബന്ധിച്ചിടത്തോളം. ഒപ്പം തന്നെ തൊട്ടടുത്ത മണ്ഡലമായ അരുവിക്കരയിൽ VS ശിവകുമാറാണ് ഇത്തവണ കോൺഗ്രസിനായി രംഗത്തെത്തിയിരിക്കുന്നത്. മുൻ തിരുവനന്തപുരം MLA ആണ്, മന്ത്രിയാണ്. അദ്ദേഹം അവിടെ എത്തിയതോടുകൂടി BJP വോട്ടുകൾ കൂടി കോൺഗ്രസിന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിലെ G. സ്റ്റീഫൻ ആണ് MLA. കഴിഞ്ഞ തവണ 6000 വോട്ടിന് മാത്രമാണ് വിജയിച്ചത്. ഒരുപക്ഷെ അത് മറികടക്കാനുള്ള സാധ്യതയാണ് ഉള്ളത് എന്നാണ് CPM എന്തായാലും നിലവിൽ വിലയിരുത്തിയിട്ടുള്ളത്. അപ്പോഴും കഴക്കൂട്ടം ഉൾപ്പെടെയുള്ള BJPയുമായി, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം മണ്ഡലങ്ങൾ BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലമാണ്. വട്ടിയൂർക്കാവിൽ VK പ്രശാന്തനെ നേരിടാൻ K. മുരളീധരനാണ് എത്തിയിട്ടുള്ളത്. പക്ഷേ അവിടെ കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനും, ഒപ്പം തന്നെ വട്ടിയൂർക്കാവിൽ VK പ്രശാന്തും ജയിക്കും എന്നുള്ളതാണ് CPMന്റെ നിലവിലത്തെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. അതായത് 8 മുതൽ 10 വരെ സീറ്റ് എന്തായാലും ലഭിക്കുമെന്ന വിലയിരുത്തലിലേക്കാണ് പോകുന്നത്. അങ്ങനെ എത്തുമ്പോഴും 8 സീറ്റിലേക്കാണ് ഒതുങ്ങുന്നതെങ്കിൽ 6 സീറ്റുകൾ ഇത്തവണ UDFന് നേടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ പൂർണ്ണമായും ഈ നിയമവും, ഒപ്പം തന്നെ മറ്റ് 2 മണ്ഡലങ്ങൾ, തിരുവനന്തപുരം സെൻട്രലും ഒപ്പം തന്നെ കോവളവും കാട്ടാക്കടയും ഒഴിച്ചുള്ള മണ്ഡലങ്ങൾ, അത് നേടാനുള്ള സാധ്യത തന്നെയാണുള്ളത്. പക്ഷേ ചിലയിടങ്ങളിൽ ശക്തമായ മത്സരം നടന്നിരിക്കുന്നു. തിരിച്ചടി സിറ്റിംഗ് മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ തിരിച്ചടി ഉണ്ടാകുമെന്ന് വിലയിരുത്തുമ്പോൾ അതിന്റെ കാരണങ്ങൾ കൂടി ജില്ലാ നേതൃത്വം വിലയിരുത്തി കാണുമല്ലോ. ഇക്കാര്യത്തിൽ ശക്തമായ ത്രികോണ മത്സരങ്ങളാണ് തിരുവനന്തപുരത്തെ പല മണ്ഡലങ്ങളിൽ നടന്നത്. അത് ഒന്ന് ഈ കാട്ടാക്കടയാണ്. കാട്ടാക്കടയിൽ നമ്മൾ തിരുവനന്തപുരം നഗരത്തിലെ മണ്ഡലങ്ങൾ, അതൊരു BJP വലിയ സ്വാധീനം ചെലുത്തുന്ന മണ്ഡലങ്ങൾ തന്നെയുണ്ട്. വട്ടിയൂർക്കാവ്, ഒപ്പം തന്നെ നേമം, തിരുവനന്തപുരം സെൻട്രൽ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ, കഴക്കൂട്ടം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ BJP കൂടി ശക്തി തെളിയിച്ച മണ്ഡലങ്ങളാണ്. അവിടെ ത്രികോണ മത്സരങ്ങൾ നടന്ന മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങൾ ഉൾപ്പെടെ മറ്റ് ഉള്ളിലോട്ട് പോകുമ്പോൾ കാട്ടാക്കട ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ, കാട്ടാക്കടയിൽ MR ബൈജു എന്ന നാട്ടുകാരനായ സ്ഥാനാർത്ഥി അവിടത്തേക്ക് എത്തുന്നു. IB സതീശൻ നേരിടാനെത്തുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കാട്ടാക്കടയിൽ BJP ഒന്നാമതെത്തിയ മണ്ഡലം കൂടിയാണ് കാട്ടാക്കട എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ചിലപ്പോൾ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇരു മുന്നണികളും വോട്ട് പിടിക്കുന്നതനുസരിച്ച് അത് ഒരുപക്ഷെ MR ബൈജു പിടിക്കുന്ന വോട്ട്, അത് IB സതീശന്റെ വോട്ട് നഷ്ടപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ. നെയ്യാറ്റിൻകരയും അത്ര സേഫ് അല്ലെന്ന് വിലയിരുത്തുന്നുണ്ട് CPM. പക്ഷേ അവിടെ ജയിച്ചു കയറാൻ കഴിയും എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നതെന്നാണ് CPM പറയുന്നത്. തിരുവനന്തപുരത്തും വലിയ ആശങ്കയിലാണ് CPM. സിറ്റിംഗ് മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ തിരിച്ചടി ഉണ്ടായേക്കാമെന്നാണ് കണക്കുകൂട്ടുന്നത്. വിജിൻ വായാന്തോടാണ് വിശദാംശങ്ങൾ നൽകിയത്.